പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ തന്നെയുണ്ട്, ഇങ്ങോട്ടും പോയില്ല. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇപ്പോൾ സമയം ഒരു 10:45 ഇപ്പോൾ സമയം. എല്ലാവരും ചായയൊക്കെ കുടിച്ചായിരിക്കും അല്ലേ? ഞാൻ ഇന്ന് എഴുന്നേൽക്കാനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ചായ കുടിച്ചതേ ഉള്ളൂ. പുട്ടും കടലയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടുന്നതൊക്കെ അമ്മേനെ സഹായിക്കണം. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? കുറേ ആൾക്കാരൊക്കെ ലീവായതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ കാണാറുണ്ട്, കുറേ ആൾക്കാരൊന്നും കാണാറില്ല. ലൈവൊക്കെ എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ലൈവിലേക്ക് ക്ഷണിക്കുന്നു. സമയം കിട്ടുവാണെങ്കിൽ വരണം. കറക്റ്റ് ടൈമൊന്നുമില്ല, അങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ്. കാരണം മക്കളുടെ കാര്യമൊക്കെ നോക്കണം, മക്കൾക്കൊക്കെ എക്സാമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ലൈവിലേക്കൊക്കെ വരാൻ. നമുക്ക് ഫുൾ ടൈം ഒന്നും അങ്ങനെ ചിലവഴിക്കാൻ പറ്റില്ലല്ലോ യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇവിടുത്തെ ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് സമയമൊക്കെ ചിലവഴിക്കുന്നത്. പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇരുന്ന സപ്പോർട്ട് ഇനിയും തരുക എല്ലാവരും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്, ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്ര വരെ എത്തി നിൽക്കുന്നത് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. നല്ല ഹാർഡ് വർക്കും ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് എന്താ പറയണ്ടേ, എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, ഇങ്ങനൊരു വീൽ ചെയർ പേഴ്സണെല്ലാം ആരും കൂട്ടാക്കാനൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തന്നെ എല്ലാത്തിൽ നിന്നും പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ ആയവരൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവുന്നില്ല. അവരെയൊക്കെ കൂടെ കൂട്ടിയാൽ എങ്ങോട്ടും പോകാനും അങ്ങനെയൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്കുണ്ടായിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇല്ലാണ്ടാവും. ഇവളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്കെന്ത് കിട്ടാനാണ്, ഇവളെ വീൽ ചെയറിലല്ലേ, അപ്പോൾ ഇവളെ ഒരുമിച്ച് കൂട്ടി നമുക്കൊന്നും ഇവളെ കൊണ്ട് കിട്ടാനില്ല. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും നമ്മളിൽ നിന്നും പതിയെ പതിയെ അകലും. ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരായാലും അത് ലോകത്തിൻ്റെ പൊതു തത്വമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൂടെ കൂട്ടിയാൽ ഒന്നും കാര്യമൊന്നുമില്ലല്ലോ. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കാര്യമുള്ളവരുടെ കൂടെയല്ലേ എല്ലാവരും പോവുള്ളൂ, അല്ലാത്തവരെ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. പക്ഷെ എനിക്കതിലൊന്നും വിഷമമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പണ്ടൊക്കെ കൂടി ഉണ്ടായിരുന്നവരെ പൊടി പോലും ഇപ്പോൾ ആരുടെയും കാണാനൊന്നുമില്ല. എല്ലാവരും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും. കാരണം ഇതിലേക്കൊക്കെ തലയിട്ടിട്ട് വെറുതെ എന്തിനാ, അങ്ങനെ ആരും ഇതുപോലെയുള്ള ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ഇങ്ങനെ പിന്നെ ഇതുപോലെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നവരോടൊന്നും ആരും സംസാരിക്കാൻ കൂടി ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത പോലെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു, അത് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി, ഒരാവശ്യത്തിന് നിർത്തിയത്. അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ വായോണ്ട് ഇങ്ങനെ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കുക. എനിക്ക് വല്ലാണ്ടായി പോയി. ആ സമയം എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എത്ര നല്ല ഫ്രണ്ട്സായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് മറന്നു. കാരണം നമ്മളതങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഇതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും താണു കൊടുക്കാനും വിഷമിച്ചിരിക്കാനൊന്നും പറ്റൂലല്ലോ. നല്ല ബോൾഡായിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ പോകുന്നവരൊക്കെ പോട്ടെ, നമുക്കൊരു ദിവസം വരും. ഈ ദിവസവും കടന്നു പോകുന്നല്ലേ പറയുന്നത്. പിന്നെ നിങ്ങളുണ്ടല്ലോ യൂട്യൂബിൽ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എന്നെ മനസ്സിലാക്കുന്നവർ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അത്ര വരെ എല്ലാവർക്കും ടാറ്റാ.